NH66 പുത്തനത്താണി ഭാഗത്തുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. വളാഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ പുത്തനത്താണി ടൗൺ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇടതുവശത്തു കൂടെ പോകുന്ന ഈ ഒരു റോഡ് പുത്തനത്താണി ടൗണിലേക്കാണ് പോകുന്നത്. NH66 പുത്തനത്താണി ടൗണിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. വലതുവശത്ത് NH66 വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പിൽ ഇവിടെ ഒരു ഓവർപാസ് കാണാം. ഓവർപാസിൻ്റെ മുകളിൽ 3 വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വലിപ്പം ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഒരു ഓട്ടോറിക്ഷ ചീറിപ്പാഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് മണ്ണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുത്തനത്താണി മുതൽ പൂവഞ്ചിന ഭാഗം വരെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് ഈ ചാനലിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൻ്റെ ഇന്ധനമെന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ റോഡിൻ്റെ ഇടതുവശത്താണ് പുത്തനത്താണി ടൗൺ വരുന്നത്. NH66 സംഭവിക്കുന്നതോടുകൂടി പുത്തനത്താണി ടൗണിൻ്റെ തിരക്കിനൊരു പരിഹാരവും കൂടെ ആവുകയാണ്. നമ്മളങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഈ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ബൈപ്പാസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മണ്ണെടുക്കുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ബൈപ്പാസിൽ നിന്നും നമ്മൾ ആദ്യത്തെ ഹൈവേയിലേക്ക് ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം, ഇവിടെ ഒരു മസ്ജിദ് കാണാം. അങ്ങനെ ഈ റോഡ് നേരെ പോവുകയാണ്. ഇങ്ങനെ പോകുന്നത് ചങ്കുവെട്ടി ഭാഗത്തേക്കാണ്. നമുക്കിവിടെ കാണാം ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് നടക്കുന്ന വർക്ക് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോഡ് നിരപ്പാക്കുക എന്നുള്ളൊരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ പുത്തനത്താണി മുതൽ ചങ്കുവെട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ പല ഭാഗത്തും ഉയർന്നും താഴ്ന്നുമാണ് ഈ ഒരു റോഡുള്ളത്. അപ്പോൾ NH66 ഭാഗമായിട്ട് ഉയർന്ന സ്ഥലത്തെ മണ്ണൊക്കെ എടുത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ ഇട്ടിട്ട് അവർ ഈ റോഡ് സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ളൊരു വർക്കാണ് ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരു കാണാം, ഇവിടുന്ന് അവർ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ തൊഴിലാളികൾ. ഈ ഒരു ഭാഗത്ത് 2 ഭാഗമായിട്ടാണ് ഈ റോഡ് പോകുന്നത്. ഒരു ഭാഗത്തുകൂടെ അങ്ങോട്ട് പോകാനും ഒരു ഭാഗത്തുകൂടെ ഇങ്ങോട്ട് വരാനുമാണ്. ഇവിടെ 2 സൈഡിലൂടെയാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ NH66 ഭാഗമായിട്ടുള്ള വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുത്തനത്താണിൽ നിന്നും നേരെ പോകുന്നത് ഇനി അദ്രുമട ഭാഗത്തേക്കാണ്. ആ ഒരു ഭാഗത്തുള്ള റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിലൊക്കെ ആദ്യം വലിയ ബസ്സുകളും ലോറികളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും തിരക്കനുഭവപ്പെടുന്ന ഒരു റോഡായിരുന്നു ഈ ഒരു ഭാഗത്ത് ആദ്യം. NH66 സംഭവിക്കുന്നതോട് കൂടി അതിനൊക്കെ ഒരു പരിഹാരമാവാൻ പോവുകയാണ്. നമ്മൾ നേരെ പോകുന്നത് അദ്രുമട ഭാഗത്തേക്കാണ്. ഇവിടെ നമ്മൾക്കൊരു ഓവർപാസ് കാണാം. ഈ ഓവർപാസിൻ്റെ അടിയിലുള്ള മണ്ണുകളൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഓവർപാസിൻ്റെ വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കാറ് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിപ്പത്തിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓവർപാസിൻ്റെ വലിപ്പം നമ്മൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ താഴെയുള്ള മണ്ണൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലതുവശത്തും ഇടതുവശത്തും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം ഇവിടെ മണ്ണെടുക്കുന്ന വർക്കാണ് ഇവിടെ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇനിയുള്ള വർക്ക് ഇവിടെ നടത്താൻ പറ്റുകയുള്ളൂ. ഈ ഒരു ഭാഗത്ത് ഗ്രൗണ്ട് ലെവലിൽ കോൺക്രീറ്റിൻ്റെ കുറച്ച് വർക്ക് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഈ ഭാഗത്ത് മണ്ണെടുക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് മണ്ണ് നീക്കം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വീണ്ടും നമ്മൾക്ക് ഇവിടെ ഒരു ഓവർപാസ് കാണാം. ഈ ഓവർപാസ് വരുന്നത് പൂവഞ്ചിന ഭാഗത്താണ്. പൂവഞ്ചിന ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓവർപാസിൻ്റെ താഴെ നമ്മൾക്ക് കാണാം ഇവിടെ മണ്ണെടുക്കുന്ന വർക്കാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഓവർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ടാറിങ്ങിൻ്റെ വർക്കാണ് പെൻഡിങ് ഉള്ളത്. അത്യാവശ്യം വലിയൊരു ഓവർപാസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ മുകളിൽ വലിയൊരു ലോറി ഉണ്ട്. ആ ലോറിയുടെ വലിപ്പവും ഓവർപാസിൻ്റെ വലിപ്പം കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ഓവർപാസിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സംഭവം KNR കൺസ്ട്രക്ഷൻ കമ്പനിയുടെ NH66 റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റലും സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ വരാൻ പോകുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ റോഡ് നേരെ പോകുന്നത് ചങ്കുവെട്ടി ഭാഗത്തേക്കാണ്. ഒരുപാട് സുഹൃത്തുക്കൾ NH66 വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന NH66 ഏറ്റവും പുതിയ അപ്ഡേഷൻസൊക്കെ അക്ബർ കൊട്ടാരത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.